കേരളത്തിൽ പുതിയ മന്ത്രിസഭ ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ച് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം കഴിഞ്ഞു. ഇനിയും 5-6 ദിവസം കൂടെ എടുക്കുമെന്നാണ് തോന്നുന്നത്. ഞായറാഴ്ച കഴിയാതെ ഒന്നും പുറത്തു വരില്ല എന്ന് പറയുന്നത്. വെള്ളപ്പുക കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം 3 പ്രമുഖ നേതാക്കൾ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർക്കായി 3 വിധത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് കേൾക്കുന്നത്. ഒന്ന്, ഹൈക്കമാൻഡിന് താല്പര്യമുള്ള മുഖ്യമന്ത്രി, പിന്നെ ജനപ്രതിനിധികൾക്ക് താല്പര്യമുള്ള മുഖ്യമന്ത്രി, ജനങ്ങൾക്ക് താല്പര്യമുള്ള മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് 3 വിധത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ ഹൈക്കമാൻഡിന് താല്പര്യമുള്ള മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളുടെ മുഖ്യമന്ത്രിയും ഒന്നാണെന്നും കേൾക്കുന്നു. അപ്പോൾ എന്തായാലും വെള്ളപ്പുക തിങ്കളാഴ്ചയോട് കൂടിയേ കാണുള്ളൂ എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്നുള്ള വിവാദം നമുക്കവിടെ മാറ്റിവെച്ചാൽ, മുഖ്യമന്ത്രി ആരായാലും നമ്മുടെ നാടിനൊരു മാറ്റം വേണം എന്നുള്ളത് ഒരു അത്യാവശ്യ കാര്യമല്ലേ. കാരണം 10 വർഷത്തെ പിണറായി ഭരണത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളായിരുന്നു ഈ കേരളം നേരിട്ടത്. പ്രത്യേകിച്ച് 5 വർഷത്തെ 21 മുതൽ 26 വരെയുള്ള ഭരണത്തിൽ ജനങ്ങൾ പല വിധത്തിൽ പൊറുതിമുട്ടി. ആ പൊറുതിമുട്ടിയ ഭരണത്തിന് ഒരു ആശ്വാസം ഉണ്ടാകണം. പിണറായി പോകണമെന്നുള്ളത് മാത്രമല്ല, ആ ഭരണത്തിനൊരു മാറ്റം വരണം, കേരളത്തിനൊരു ആശ്വാസം ഉണ്ടാകണം, കേരളത്തിൻ്റെ ഭാവിക്കൊരു ഗുണകരമായി വരുന്ന എന്തെങ്കിലും പറയണം. അതിനാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ സർക്കാരിനെ 102 സീറ്റും കൊടുത്ത് അധികാരത്തിലെത്തിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയാൽ ആ മുഖ്യമന്ത്രിക്ക് എന്തായിരിക്കും സാർ പ്രധാനമായിട്ടും ചിന്തിക്കാനുള്ളത്? സാർ, ഈ മുഖ്യമന്ത്രിമാർ 3 പേരും ഒരുപോലെ കോമ്പിറ്റൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ആണല്ലോ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അദ്ദേഹം നടത്തിയ കേരള യാത്രയും ആ ടീം UDF-ഉം ഒക്കെ അതിനകത്ത് ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. എന്തായാലും മുസ്ലിം ലീഗ് പ്രത്യക്ഷമായും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഏതാണ്ട് പരോക്ഷമായും ഒക്കെ സൂചിപ്പിച്ച് കഴിഞ്ഞു. വി.ഡി. സതീശൻ്റെ ഒരു പിന്തുണ എന്ന മട്ടിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം MLA-മാർ വി.ഡി. സതീശൻ പിന്നെ കെ.സി. വേണുഗോപാലിലൂടെയാണ്. പക്ഷേ ഇതിനകത്ത് സീനിയോറിറ്റി നോക്കി ഭരണതന്ത്രത്തിനെയും സീനിയോറിറ്റിയും ഭരണപരിചയവും ഒക്കെയാണ് പരിഗണിക്കുന്നത് എങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ആര് വേണമെങ്കിലും മുഖ്യമന്ത്രിയാകട്ടെ. പക്ഷേ 3 പേർക്കും 3 തരത്തിലുള്ള ക്ലെയിമാണ്. അതാണ് സാർ ആലോചിക്കേണ്ടത്. ഒരാൾക്ക് നെഹ്റു കുടുംബത്തുമായിട്ടുള്ള ബന്ധം, അതിനെ ഞാനൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, എനിക്ക് അതിനൊരു വെയിറ്റേജ് കൊടുക്കാനും പറ്റുന്നില്ല. രാഹുൽ ഗാന്ധിയുമായിട്ട് അറിയാം, പ്രിയങ്ക ഗാന്ധിക്ക് ഇഷ്ടമാണ്, സോണിയാഗാന്ധിക്ക് വാത്സല്യമുണ്ട് എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നുമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാണുള്ള ക്രൈറ്റീരിയ. അത് ആണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് കെ.സി. വേണുഗോപാലിൻ്റെ കാര്യത്തിൽ അത് നാളെ മുഖ്യമന്ത്രിയാകുമായിരിക്കും. പക്ഷേ ആകുന്നത് ഇങ്ങനെയാണ്. ജനങ്ങൾ ഇഷ്ടപ്പെട്ടല്ലല്ലോ ആകുന്നത്, നെഹ്റു കുടുംബം ഇഷ്ടപ്പെട്ടല്ലേ ആകുന്നത്. അപ്പം നെഹ്റു കുടുംബത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കേരളം എത്ര കാലം ഭരിക്കും നമുക്ക് കാണാം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു ടീം ലീഡർ എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം വന്നത്. ഇവിടെ പക്ഷേ പ്രശ്നമുള്ളത്, ഇവരെ 2 പേരെക്കാളും സീനിയറാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം KPCC പ്രസിഡൻറ്റും ആഭ്യന്തരമന്ത്രിയും AICC പിന്നെ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ടിരുന്ന ആളാണ്. ഇവരൊക്കെ ഇതാകുന്നതിന് മുമ്പ് തന്നെ ആയിരുന്ന ആളാണ്. അപ്പോൾ ശരിക്കും സീനിയോറിറ്റി നോക്കിയാലും ഇതിന് ക്ലെയിം ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. പക്ഷേ സിവിൽ സൊസൈറ്റിയുടെ ഒരു സപ്പോർട്ടുള്ളത് വി.ഡി. സതീശനുമാണ്. ഇതാണല്ലോ നമ്മൾ കാണുന്ന ഒരു കാര്യം. സാർ, ഇവരാര് മുഖ്യമന്ത്രിയായാലും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയായിരിക്കും. പിന്നെ നമുക്ക് സാർ സൂചിപ്പിച്ചതുപോലെ നാട് നന്നായാൽ മതി, ആര് വേണമെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നാട് നന്നായാൽ മതി. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ്റെ ദിവസം ഒരു പത്രക്കാരനെ അവിടെ കാണാൻ ചെന്നിട്ട് ചോദിച്ചു, ബഷീർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്രയോ കാലം വോട്ട് ചെയ്തിട്ട് ഞാൻ വോട്ട് ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ആൾ ചോദിച്ചു, ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയല്ലേ നടക്കുന്നത്, അങ്ങ് വോട്ട് ചെയ്യണ്ടേ? പിന്നെ ബഷീർ ചോദിച്ചു, ഞാനിതിനെ വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന നാട് നന്നാക്കുന്ന, കോൺഗ്രസ്സുകാർ പറയുന്നത് നാട് നന്നാക്കും. ഇവർ മത്സരിക്കുന്നതിന് നാട് നന്നാക്കാനല്ലേ. അപ്പോൾ ആര് വന്നാലും നാട് നന്നാവില്ല. എനിക്കൊറ്റ ആഗ്രഹമില്ല നാട് നന്നാവണം. അവരാര് വന്നാലും നാട് നന്നാവും. പിന്നെ എന്തിനാ ഞാൻ രാവിലെ എണ്ണിച്ച് കുളിച്ച് പല്ലും തേച്ച് അവിടെ പോയി ക്യൂ നിൽക്കുന്നത്? നാട് നന്നാകുമല്ലോ എന്ന് പറഞ്ഞ ഒരു മനോഭാവത്തിലേക്ക് ഏതാണ്ട് കേരളത്തിലെ ജനങ്ങളെത്തി. ഇപ്പോൾ ജനങ്ങളുടെ മനോഭാവം അതാണ്. ഇവരെ ജയിപ്പിച്ചു വിട്ടത് അത്ര ബുദ്ധിയായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ജനങ്ങൾ നിരാശരല്ല, അവർക്ക് സന്തോഷമാണ്. കാരണം കാരണഭൂതം ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് അവർക്ക് ആശ്വാസം. ഇനി ആര് വേണേലും വരുമോ, യുദ്ധം ചെയ്യുകയോ ഒക്കെ ചെയ്തോട്ടെ. അപ്പോൾ ആ ജനത്തിൻ്റെ ആഗ്രഹം നടന്നു. എന്ത് വില കൊടുത്തും പിണറായി വിജയനെ പുറത്താക്കണമായിരുന്നു. അവർ പുറത്താക്കി. ഇനി പിണറായി വിജയൻ ഉടനെ തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ അത്ര അടി നടക്കുമെന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ കേരളത്തിലെ കുറിച്ച് പറയുമ്പോൾ സാറേ, എൻ്റെ പ്രശ്നം, എൻ്റെ ഒരു അഭിപ്രായം, സാറിന് കുറച്ചുകൂടെ സെക്രട്ടറിയിൽ ഇരുന്നാണ് സാറ്, പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നത സ്ഥാനത്തിരുന്ന ആളാണ്, പ്ലാനിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. എനിക്ക് തോന്നുന്നൊരു വലിയ പ്രശ്നമുള്ളത്, നമ്മുടെ ട്രഷറിയിൽ പൂച്ച പറ്റി കിടക്കുക. അതൊരു സത്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ധനം സമാഹരിച്ചെങ്കിലേ നമുക്ക് ഗവൺമെൻറ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ധനസമാഹരിക്കാൻ ഇനിയും ഒരു സോഴ്സും ഇല്ല. ടാക്സ് ചുമത്താനൊന്നുമില്ല. ഇനിയും പ്രാണവായുവിന് ടാക്സ് ചുമത്താനേ ഉള്ളൂ. നമ്മൾ എത്ര ദിവസം എത്ര പ്രാവശ്യം പിന്നെ ഓക്സിജൻ വലിച്ചു കയറ്റുന്നു അതിനനുസരിച്ച് ടാക്സ് കൊടുക്കണമെന്നേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം ടാക്സ് ആയല്ലോ. പിന്നെ മാർഗമുള്ളത് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ്. എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്ന് പറയുന്നൊരു ഗവൺമെൻറ്റിന് വലിയ വെല്ലുവിളിയാണ്. പിന്നെ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായം. സെൻട്രൽ ഗവൺമെൻറ് കൃത്യമായിട്ട് ധനസഹായം ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം മുടിച്ച് മുണ്ടക്കോല് വെച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ട്. അവർ പണം കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും. എത്രയോ പ്രാവശ്യം മാക്സിമം കൊടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിർമ്മല സീതാരാമൻ കൃത്യമായ കണക്കുകൾ പാർലമെൻറ്റിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇദ്ദേഹം നമ്മുടെ നമ്മുടെ ബാലഗോപാൽ ആരോ സെക്രട്ടറിമാർ കൊടുത്ത് എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും കൺവിൻസിങ് ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് അറിയത്തില്ല. ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ABC അറിയാത്ത ഒരാളാണ് നമ്മുടെ ധനമന്ത്രി. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം നേരിടുന്ന അതാണ്. അപ്പോൾ ധനസമാഹരണം വലിയൊരു പ്രശ്നമാണ്. 2 തകർന്നു പോയ ക്രമസമാധാനം. പോലീസുകാരുടെ ആത്മവീര്യം പോയിരിക്കുകയാണ്. കാരണം അവിടെ പ്രൊമോഷനും ട്രാൻസ്ഫറും എല്ലാം പാർട്ടി മാത്രം നോക്കിയാണ്. അതായത് പോലീസ് അസോസിയേഷൻ്റെ നേതാവ് പിന്നെ സിവിൽ പോലീസ് ഓഫീസറാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറെ സല്യൂട്ട് ചെയ്യേണ്ട ചുമതലയാണ് DYSPക്കുള്ളത്. ആ നിലയിൽ പോലീസിലെ അച്ചടക്കം പരിപൂർണമായി കാണും. നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല, വളരെ സീരിയസ് ആയ സ്ഥിതിയിലാണ് കേരളത്തിലെ ക്രമസമാധാനവും പോലീസിൻ്റെ ആത്മവീര്യവും നഷ്ടപ്പെട്ടു. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നല്ല ഒന്നാം തരം ഓഫീസർമാർ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പോലീസ് ഫോഴ്സ് കേരളത്തിലെയാണ്. പക്ഷേ അവർ ഫ്രീസ്ഡായി, അവരെ വന്ധ്യീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. അതാണ് കേരളത്തിലെ പോലീസ്. മിടുക്കന്മാരെ പുറകോട്ട് തള്ളിയിട്ട് കഴിവ് കെട്ടവരും ആശ്രിതവത്സരന്മാരായിട്ട് നിൽക്കുന്നവരും ഒച്ചാനിച്ച് നിൽക്കുന്നവരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അത് ഏറ്റവും ടോപ്പിൽ മുതൽ ബോട്ടം വരെ, അതായത് DGP ആവട്ടെ, ജില്ലാ ഓഫീസറാവട്ടെ, SHO ആവട്ടെ, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാവട്ടെ, എല്ലാവരെയും ആ വിധത്തിലേക്ക് മാറ്റിയെടുക്കാൻ നടന്ന വലിയൊരു പ്രക്രിയയാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ വിധത്തിലാക്കിയത്. അതുമാത്രമാണ് സാറേ, ഈ KM എബ്രഹാം റിട്ടയർ ചെയ്തു പോയല്ലേ, ഈ മനുഷ്യനെ പിടിച്ച് വലിയ ശമ്പളവും കൊടുത്ത് അവിടെ കൊണ്ടിരുത്തി എന്താണ് മാസം ചാക്കിനകത്ത് ശമ്പളം കൊണ്ടുപോകുന്ന ഒരുത്തിന്. അങ്ങനെ കൊണ്ട് എന്ത് പ്രയോജനമാണ് സാർ? 2 ഡസൻ ആളുകളെ BP ജോലി, ഇങ്ങനെയുള്ള കുറേ ജന്മങ്ങളെ ഒരു കാര്യവുമില്ലാതെ സെക്രട്ടേറിയറ്റ് പിടിച്ചു വെച്ച് അവർ ഈ ഖജനാവ് കൊള്ളയടിക്കായിരുന്നു. സാധാരണ ഗവൺമെൻറ് പ്യൂണിൻ്റെയും ക്ലാർക്കിൻ്റെയും DA കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ KM എബ്രഹാമിന് കോടികൾ പിന്നെ വേണ്ടി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ശല്യം ഒഴിഞ്ഞു പോയി. പക്ഷേ UDF വരുമ്പോഴും UDFന് വരുന്ന വലിയൊരു വെല്ലുവിളി KM എബ്രഹാം സാറേ. കാരണം അയാൾ മനോരമ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ തൊടാൻ ഇനി ആര് മുഖ്യമന്ത്രിയായാലും UDF മുഖ്യമന്ത്രിക്ക് കഴിയുമെങ്കിൽ KM എബ്രഹാം നടത്തിയ അഴിമതികൾ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം, കിഫ്ബി ഫണ്ട് എങ്ങനെ തൂർത്തടിച്ചു, എങ്ങനെ ദുർവിനിയോഗം ചെയ്തു എന്നുള്ളത് അന്വേഷിക്കാനുള്ള ആർജവം വരാൻ പോകുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ കാര്യം. പിന്നെ ഇവർ നിയമസഭയിലൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയായിരുന്നല്ലോ മാസപ്പടി കേസിൽ ഇവരെന്താണ് തീരുമാനം എടുക്കുന്നത് നമുക്ക് കാണാം. കാണണ്ടേ? അല്ല, ഒത്തുപോകാനാണ് പരിപാടിയെങ്കിൽ ഈ 102 എന്നുള്ളത് വെറും 2 അല്ലെങ്കിൽ 10 വരാൻ വലിയ താമസമൊന്നും വേണ്ട. 5 വർഷത്തെ കാല താമസമേ ഉള്ളൂ. അല്ല, ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നേരിടുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി. എനിക്ക് തോന്നുന്നു സാർ, ഇതിനകത്ത് സാർ അതിൻ്റെ അഭിപ്രായം പറയണം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് UP ആണ്. എന്താണെന്ന് വെച്ചാൽ പ്രതിശീർഷ വരുമാനത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന ഒരു സംസ്ഥാനമാണ്. ഏറ്റവും അധികം ക്രമസമാധാന നില തകർന്നു കിടന്നൊരു സംസ്ഥാനമാണ്. ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ മഹാനായ നേതാവുണ്ടല്ലോ അഖിലേഷ് യാദവ്, അയാളുടെ അച്ഛന് മുലായം സിംഗ് യാദവിൻ്റെ കാലത്താണ് അവിടെ ഏറ്റവും വലിയ കൊള്ള നടന്ന സ്ഥലം. അപ്പോൾ ഇയാൾ വലിയ കൊള്ളക്കാരനാണ്, ഈ അഖിലേഷ് യാദവ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് മാറി. കുറേ കാലം മുമ്പ് ആദിത്യനാഥ് അധികാരത്തിൽ വന്ന സമയത്ത് ഒരു കുറ്റവാളിയെ പിടിക്കാനായിട്ടൊരു പോലീസ് ടീം പോയിട്ട് ഈ കുറ്റവാളി എന്ന് വെച്ചാൽ അവൻ വലിയൊരു ക്രിമിനൽ കുറ്റവാളിയാണ്. അവൻ ഇത്ര ബലാത്സംഗ കേസിലും കൊലപാതക കേസിലും പ്രതിയാണ്. ഇവന് ഈ പിടിക്കാൻ പോയ പോലീസ് കോൺസ്റ്റബിളിനെ കൊന്നിട്ട് രക്ഷപ്പെട്ടു. അദ്ദേഹം പിന്നെ മരിച്ചുപോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവനെ കൂടി രക്ഷപ്പെട്ടു. ആദ്യം മുഖ്യമന്ത്രി ചെയ്ത ഫയൽ ആ സബ് ഇൻസ്പെക്ടറെ ഡിസ്മിസ് ചെയ്യായിരുന്നു. സസ്പെൻഡ് ചെയ്യല്ല, ഡിസ്മിസ് ചെയ്യായിരുന്നു. അവൻ്റെ കയ്യിൽ റിവോൾവർ കൊടുത്തിരിക്കുന്നത് ഇവനെ വെടിവെച്ച് കൊല്ലാനാണ്. തൻ്റെ റിവോൾവർ തന്നിരിക്കുന്നത് വെടിവെച്ച് കൊല്ലാനാണ്. നിൻ്റെ ഒരു സഹപ്രവർത്തകനെ കുത്തി വീഴ്ത്തിയിട്ട് നിനക്കത് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ അവിടെ ഇരിക്കാൻ അർഹനല്ല. സബ് ഇൻസ്പെക്ടർ അത് ഉപയോഗിക്കാഞ്ഞതിൻ്റെ കാര്യം അവിടുത്തെ വലിയ സ്വാധീനമുള്ള ഈ ഗുണ്ടയാണത് ചെയ്തത്. അവന് വലിയ സ്വാധീനമുണ്ട്. മുലായം സിംഗിൻ്റെയൊക്കെ സ്വന്തം സ്വാധീനമുള്ള ആളാണ്. സാറേ, അവിടെ നിന്നാണ് പോലീസ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഗുണ്ടകളെ കാണുന്നിടത്ത് വെടിവെച്ച് കൊല്ലും. കോടതിയിൽ കൊണ്ടുപോയി നമ്മുടെ കോടതിയെ കുറിച്ച് സാറിന് രീതിയിൽ ഒരു കാര്യവും നടക്കത്തില്ല.
ഒരാഴ്ചത്തെ പിന്നെ റിമാൻഡും കഴിഞ്ഞിട്ട് അവനവൻ്റെ പാട്ടിന് പോകും, അടുത്ത ബലാത്സംഗം, അടുത്ത ഇത് ധീരമായി ഈ കുറ്റവാളികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കണം. പിന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക് വരുന്ന വലിയൊരു ചാൻസ്, ഈ ലീഗിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു എങ്കിൽ CPM-നെതിരെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കുഞ്ഞാലിക്കുട്ടി പിന്നെ പിണറായി വിജയൻ്റെ സ്വന്തം ആളാണ്. എന്തെങ്കിലും ഒരു അന്വേഷണം തുടങ്ങിയാൽ ലീഗ് ബ്രേക്ക് ഇടുമായിരുന്നു. ഇന്ന് ലീഗ് വിട്ടുപോയാലും ഒരു കുഴപ്പമില്ലാതെ കോൺഗ്രസിന് ഭരിക്കാം. 22 ലീഗ് MLA-മാരില്ലെങ്കിലും ഭരിക്കാമല്ലോ. അപ്പോൾ അതിനർത്ഥം മുസ്ലിം ലീഗിൻ്റെ ഒരു നിയന്ത്രണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയില്ല. എങ്ങനെ? മുഖ്യമന്ത്രി ശക്തനാണെങ്കിൽ. ശക്തനായൊരു മുഖ്യമന്ത്രി ആയിരിക്കുന്നെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഇരിക്കും, തീരുമാനമെടുക്കും, നടപ്പിലാക്കും, അത് ഗവൺമെൻറ്റിൻ്റെ നയമാണ് എന്ന് പറയാൻ ആർജവമുള്ളൊരു മുഖ്യമന്ത്രി വന്നാൽ സാർ സംശയിക്കേണ്ട, ഒരു ടൈം കൂടി ഇവർക്ക് കിട്ടും. ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്രമസമാധാന നില ഭദ്രമാക്കുക, അതുപോലെ തന്നെ അനാവശ്യ ധൂർത്ത് ഇല്ലാതാക്കുക, കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന് വിചാരണ ചെയ്യണം. അത് വിടുന്നതിലല്ല കാര്യമിരിക്കുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ്റിനെ ജനങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞാൽ അവർ കുറ്റം ചെയ്തുകൊണ്ടാണ്. ആ കുറ്റവാളികളെ ശിക്ഷിക്കണ്ടേ? തീർച്ചയായും അത് ചെയ്യാൻ കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ UDF-ൻ്റെ ഗവൺമെൻറ് മുഖ്യമന്ത്രി ആരായാലും തീർച്ചയായിട്ടും നാട് നന്നാകും എന്നാണ് എൻ്റെ അഭിപ്രായം. സാറ് ഇക്കാര്യത്തിൽ സെക്രട്ടറിയിലൊക്കെ എന്നേക്കാൾ കൂടുതൽ പരിചയമുള്ള ഒരാളാണ്. സാറിൻ്റെ ഒരു അഭിപ്രായം കൂടെ അറിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ചുരുക്കി പറയാം. സാറ് പറഞ്ഞ വിഷയങ്ങളെല്ലാം പ്രസക്തമാണ്. ആ വിഷയങ്ങളിൽ സാറ് പറഞ്ഞ പോലെ മാറ്റങ്ങളും ആവശ്യമാണ്. പക്ഷേ ആ മാറ്റങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് 1957 കേരളം EMS-ൻ്റെ നേതൃത്വത്തിൽ സെൽ ഭരണത്തിലാണ് പോയത്. അതായത് പാർട്ടി സെല്ലുകൾ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിലും തങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ. ഇത്തവണ ഈ പാർട്ടി സെല്ലുകൾ മാത്രമല്ല, ഓരോ പാർട്ടി ഗ്രാമങ്ങൾ രൂപീകരിക്കാനായിട്ട് ഓരോ സർക്കാർ ഓഫീസും ശ്രമിച്ചു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിനകത്തൊരു പാർട്ടി ഗ്രാമം ഉണ്ടായിരുന്നു. ആ പാർട്ടി ഗ്രാമമാണ് സെക്രട്ടേറിയറ്റ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. IAS ഓഫീസർമാർക്കിടയിൽ ഒരു പാർട്ടി ഗ്രാമമുണ്ട്. IAS ഒരു കോക്കസ്. ആ കോക്കസാണ് അവൻ വേണ്ട ഇവൻ വേണ്ട എന്ന് പറഞ്ഞ് മിടുക്കന്മാരെ തള്ളിക്കളഞ്ഞിട്ട് പൊട്ടന്മാരെ കൊണ്ടുവന്ന് വെച്ച് ഭരിക്കുന്ന ഒരു കോക്കസ് ഉണ്ടായിരുന്നു. IPS-ലും ഇതുപോലൊരു കോക്കസ് ഉണ്ടായിരുന്നു. അവരൊരു പാർട്ടി ഗ്രാമം സൃഷ്ടിച്ചുകൊണ്ട് അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജില്ലാ കളക്ടറേറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു, താലൂക്ക് ഓഫീസിലുണ്ടായിരുന്നു, വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ തദ്ദേശ ഭരണ ഓഫീസിൽ വരെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി തന്നെ സംബന്ധിച്ചിരിക്കുന്ന സ്വജനപക്ഷപാതം, അഴിമതിയില്ല, സ്വജനപക്ഷപാതം കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. അത് നമ്മൾ അവസാനിപ്പിക്കണമെന്നാണ് പാർട്ടി തീരുമാനം. അപ്പോൾ ഈ സാധനം നടന്നത്, സ്വജനപക്ഷപാതം പൂർണ്ണമായി നടത്തിയത് ഈ പാർട്ടി സെല്ലുകൾ, പാർട്ടി ഗ്രാമങ്ങൾ ഓരോ സർക്കാർ ഓഫീസിൽ ഇത് പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലും ഇതുപോലെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ഏത് SI ആണ് നമുക്ക് അല്ലെങ്കിൽ സർക്കിളാണ് നമുക്ക് ഗുണമുള്ളത്, അയാളെ വയ്ക്കുക, മറ്റുള്ളവനെയൊക്കെ വിജിലൻസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും IB-യിലോ ഏതെങ്കിലും മാറ്റിയിട്ട് അല്ലെങ്കിൽ പറ്റിയ വേറെ ഏതെങ്കിലും താവളത്തിലേക്ക് മാറ്റിക്കൊണ്ട് താഴെ മുതൽ മുകളിൽ വരെ ആൾക്കാരെ മാറ്റി മതിച്ചിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് സ്വജനപക്ഷപാതം നടത്തുക. സ്വജനപക്ഷപാതവും മുഴുവൻ പേർക്കല്ല, മുഴുവൻ പാർട്ടിക്കാർക്കുമില്ല, തങ്ങളോട് ഒത്തു നിൽക്കുന്ന ചില പാർട്ടിക്കാർക്ക്, ബാക്കിയുള്ളവനൊന്നും ഒന്നുമില്ല. അതുകൊണ്ടാണ് സാറ് പറഞ്ഞ പോലെ കണ്ണൂരിൽ പിണറായി വിജയനെതിരെ തന്നെ 31,000-ലധികം കമ്മ്യൂണിസ്റ്റുകാർ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ. അത് കേരളം ഒട്ടാകെ വന്നിട്ടുണ്ട്. ആ അസംതൃപ്തി അവിടെ നിലനിൽപ്പുണ്ട്. പക്ഷേ ഈ സർക്കാർ ഓഫീസിൽ ഈ വിഭാഗങ്ങളെ മാറ്റിമറിക്കുക പെട്ടെന്ന് സാധ്യമല്ല. അതെങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കും എന്നുള്ളതാണ്. ആദ്യം IAS തലത്തിൽ, IPS തലത്തിൽ ഈ പാർട്ടി ഗ്രാമങ്ങൾ പൊളിച്ചെഴുതണം. പിന്നെ സെക്രട്ടേറിയറ്റിനകത്ത് പൊളിച്ചെഴുതണം. ഓരോ വകുപ്പിലും ഇതുപോലെ പൊളിച്ചെഴുതണം. ഇതിന് വകുപ്പ് മന്ത്രിമാർ, മുഖ്യമന്ത്രി ഒക്കെ എങ്ങനെ നീങ്ങും എന്നുള്ളത് വലിയ പ്രധാനമാണ്. ഇല്ലെങ്കിൽ AK സെൻറ്ററിലിരുന്ന് വേറെ ഒരു മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിക്ക് ബദലായിട്ട് ഭരിക്കും. അതോടെ ഭരണം താറുമാറിലാകും. അപ്പോൾ പിന്നെ സാറ് പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയുടെ സഹകരണമൊന്നും അവർക്ക് വേണ്ട. അവരെ എല്ലാതെ തന്നെ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ AK സെൻറ്ററിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ഫോൺ വിളിച്ചാൽ എടുത്ത് സാർ ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാർ വളരെയധികം ഇപ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. ഇതെങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ട് മാറ്റിപ്രതിഷ്ഠിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ജോലി ചെയ്യുന്നവരെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളെ നടപ്പിലാക്കുന്ന, വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ടീം UDF-ൻ്റെ ഏറ്റവും വലിയ ജോലിയായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് വന്നാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഭരണത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഭരണത്തിൽ തിരിച്ചടികൾ ഓരോ മാസവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ
പാവഭാരം കൊണ്ട് അടുത്ത ഇലക്ഷൻ വരെ പോകുമോ അതോ 29 തന്നെ ചിലപ്പോൾ മൂക്ക് കുത്തുമെന്ന് കാണേണ്ട അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഭരണം നിലനിർത്താൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ ഒരു കാര്യമുണ്ട് സാറേ. പിണറായി വിജയൻ്റെ ഹോർഡിങ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അത് സംരക്ഷിക്കണം. നമ്മൾ പണ്ട് ഈ നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഉറങ്ങാൻ വരുമ്പോഴേ അമ്മമാർ ഉറക്കം പറയും ഉമ്മാക്കി വരും, ഉമ്മാക്കി പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സമാധാനമായിട്ട് കുറച്ചു കാലം ഇരിക്കെ, അല്ലെങ്കിൽ ഇതുകൊണ്ടിരിക്കുന്നു ഉമ്മാക്കി ഇനിയും വരും എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു 2 വർഷത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ ഭരിക്കാൻ ആ ഹോർഡിങ്സ് സംരക്ഷിച്ചാൽ മാത്രം മതി. UDF സുരക്ഷിതമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ സാർ. ഓക്കെ സാർ, നമസ്തേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.